കോൺഗ്രസ് നേതാവ് CV ബാലചന്ദ്രന്റെ വിമർശനത്തിന് മറുപടിയുമായി VT ബൽറാം. തൃത്താലയിലടക്കം ജനങ്ങൾ മാറ്റത്തിനു വേണ്ടി ആഗ്രഹിക്കുമ്പോൾ അതിനെ പുറകിൽ നിന്ന് കുത്തുന്ന സമീപനം ആരുടെയും ഭാഗത്തു നിന്നുണ്ടാകരുത്. വ്യക്തികളല്ല, നാടിന്റെ ജനവികാരമാണ് പ്രധാനമെന്ന് VT ബൽറാം. ജനങ്ങൾ മാറ്റത്തിനു വേണ്ടി ആഗ്രഹിക്കുമ്പോൾ ഈ തൃത്താലയടക്കം ജനങ്ങൾ ശരിയായ ഒരു മാറ്റത്തിനു വേണ്ടി തയ്യാറെടുത്തുകൊണ്ടിരിക്കുമ്പോൾ അതിനെ പുറകിൽ നിന്ന് കുത്തുന്ന സമീപനം ആരുടെയും ഭാഗത്തു നിന്നുണ്ടാകരുത്. വ്യക്തികളല്ല പ്രധാനം, ഈ നാടിന്റെ ജനവികാരമാണ്. ഒരു തിരുത്തലിനു വേണ്ടി തൃത്താല തയ്യാറെടുത്തുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ ഏതെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങൾ കൊണ്ട് ആ അന്തരീക്ഷം ഇല്ലാതാവരുത്. ശരിയല്ലേ? അജിത് ബാബുവാണ് വിവരങ്ങളുമായി ചേരുന്നത്. അജിത്, നൂലിൽ കെട്ടി ഇറക്കിയ ആളാണ് VT ബൽറാം എന്ന തരത്തിലായിരുന്നു വിമർശനം. അതിന് ഇന്ന് പകൽ VT ബൽറാം ഫേസ്ബുക്കിലൂടെ ഒരു പോസ്റ്റിലൂടെ ഒരു പരോക്ഷമായ മറുപടി നൽകിയിരുന്നു. ഇപ്പോൾ കൃത്യമായിട്ടുള്ള മറുപടി തന്നെയാണോ അദ്ദേഹം നൽകിയിരിക്കുന്നത്? സ്വാതി, കുറച്ചധികം നാളുകളായി തൃത്താല മേഖലയിൽ ഇത്തരത്തിൽ കോൺഗ്രസിനുള്ളിൽ രൂക്ഷമായ പ്രതിസന്ധിയാണ് നിലനിൽക്കുന്ന. അഭിപ്രായ വ്യത്യാസങ്ങൾ ഉൾപ്പെടെ നിലനിൽക്കുകയാണ്. പ്രത്യേകിച്ചും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ തെരഞ്ഞെടുപ്പൊക്കെ മുന്നിൽ നിൽക്കുന്ന സാഹചര്യത്തിൽ വലിയ പ്രതിസന്ധി കോൺഗ്രസ് ഉണ്ടാക്കാൻ സാധ്യതയുണ്ടെന്നുള്ള വിലയിരുത്തൽ ഉൾപ്പെടെയുണ്ട്. അതിന് ഇടയിലായിരുന്നു ഈ അഭിപ്രായ വ്യത്യാസം കൂടുതൽ രൂക്ഷമാകുകയും CV ബാലചന്ദ്രൻ ഇത്തരത്തിൽ രൂക്ഷമായ വിമർശനവുമായി VT ബൽറാമിനെതിരെ രംഗത്ത് വരികയും ചെയ്തത്. VT ബൽറാം ധാർഷ്ട്യം കൊണ്ടാണ് കഴിഞ്ഞ തവണ തോറ്റത്. മാത്രമല്ല, ആപ്പിൾ കാണാൻ നല്ല ഭംഗിയാണ്, കഴിക്കാനും രസമാണ്, പക്ഷേ വണ്ട് കയറിയാൽ വലിച്ചെറിയുകയല്ലാതെ എന്ത് ചെയ്യാനാണെന്ന് ഉൾപ്പെടെയുള്ള വിമർശനങ്ങൾ ഉന്നയിച്ചു. മാത്രമല്ല, VT ബൽറാം നൂലിൽ കെട്ടിയിറക്കിയ നേതാവാണ് എന്നുൾപ്പെടെയുള്ള കാര്യം കൂടി, സ്ഥാനാർത്ഥിയാണെന്ന് ഉൾപ്പെടെയുള്ള കാര്യം കൂടി പറയുന്ന സാഹചര്യം ഉണ്ടായി. അതിനൊരു പരോക്ഷ മറുപടിയായാണ് ഇന്ന് ഫേസ്ബുക്ക് പോസ്റ്റുമായി അദ്ദേഹം രംഗത്തെത്തിയത്. സിപ്പ് ലൈനിലൂടെ അദ്ദേഹം തൂങ്ങിയാടി പോകുന്ന പോസ്റ്റാണ് അദ്ദേഹം പങ്കുവച്ചത്. അതിൻ്റെ കമൻറ്റ് ബോക്സുകളിലൊക്കെ നിറയും ഈ സംഭവവുമായി ബന്ധപ്പെട്ട കമൻറ്റുകളാണ്. ഇതിലാണ് ഇപ്പോൾ ഒരു പ്രതികരണം അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്നത്. ചാലിശ്ശേരിയിലെ ഒരു കുടുംബ സംഗമത്തിലായിരുന്നു ഈ പ്രതികരണം ഉണ്ടായിരിക്കുന്നത്. തൃത്താലയിലടക്കം ജനങ്ങൾ മാറ്റത്തിന് വേണ്ടി ആഗ്രഹിക്കുന്ന സാഹചര്യമാണ് ഇപ്പോൾ നിലവിലുള്ളത്. സംസ്ഥാനത്താകെ സർക്കാരിനെതിരായിട്ടുള്ള വികാരമുണ്ട്. അതിൽ കോൺഗ്രസിനുമൊക്കെ ഉത്തരവാദിത്തമുണ്ട്. ആ പ്രവർത്തനങ്ങളെ ഏറ്റെടുത്ത് മുന്നോട്ട് കൊണ്ടുപോവുക എന്നതാണ് ഉത്തരവാദിത്തം. ആ സമയത്ത് പിന്നിൽ നിന്ന് കുത്തുന്ന സമീപനം ഉണ്ടാകരുത് എന്നുള്ളതാണ് VT ബൽറാം പറഞ്ഞിരിക്കുന്നത്. മാത്രമല്ല, തിരുത്തലിന് വേണ്ടി തൃത്താല തയ്യാറായി നിൽക്കുമ്പോൾ നമ്മുടെ എന്തെങ്കിലും പ്രശ്നം കൊണ്ട് ആ അന്തരീക്ഷം ഇല്ലാതാവരുതെന്ന് കൂടി VT ബൽറാം പറയുന്നുണ്ട്. അത് വളരെ രാഷ്ട്രീയ പ്രാധാന്യം അർഹിക്കുന്ന വാക്കുകൾ കൂടിയാണ്. ഇതിൽ ഏറ്റവും എടുത്തു പറയേണ്ടത്, ഈ പരിപാടിയിൽ തന്നെ മുഖ്യ അതിഥിയായിരുന്നു CV ബാലചന്ദ്രൻ. പക്ഷേ അദ്ദേഹം ചടങ്ങിൽ പങ്കെടുത്തില്ല എന്നുകൂടി ഈ ഘട്ടത്തിൽ പറയേണ്ടതുണ്ട്. അതായത് ഈ പ്രശ്നങ്ങൾ ഏതെങ്കിലും നിലയ്ക്ക് പരിഹരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടില്ല എന്ന് തന്നെയാണ് വ്യക്തമാകുന്നത്. സ്വാതി, രാജീവ്.